പ്രതീക്ഷിക്കാതെ മൈസൂർ പാലസിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അടിപൊളി ന്യൂ ഇയർ സെലിബ്രേഷനും കല്യാണത്തിന് ശേഷമുള്ള ആദ്യ ട്രിപ്പും അതും ഫാമിലി ആയിട്ട്. വെൽക്കം ടു മൈസൂർ ഡയറീസ്. രാവിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ കാടിനുള്ളിലോട്ട് എൻട്രി ചെയ്ത് രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി ഞങ്ങൾ നേരെ വയനാട് ചുരം കയറി. തോൽപ്പെട്ടി കുട്ട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴിയായിരുന്നു ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. പോകുന്ന വഴിയിലെ കുട്ടേട്ടന്റെ ഉണ്ണിയപ്പ കടയിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ്. ഒരുപാട് കടയിൽ നിന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും അതൊക്കെ വേറെ തന്നെയാണ്. രാവിലെ ആയതുകൊണ്ട് വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ നേരെ നാഗർഹോൾ ടൈഗർ റിസർവിന്റെ ഉള്ളിലൂടെ ആയിരുന്നു റൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും റോഡിന്റെ ഇരുവശത്തും നോക്കി അവസാനം മൈസൂർ എത്തി. സാധാരണ മൈസൂർ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥിരം സ്പോട്ടുകളൊന്നുമല്ലാതെ പുതിയ ഏതെങ്കിലും സ്പോട്ടുകൾ നോക്കാമെന്ന് കരുതി ഞങ്ങൾ എത്തിയത് കറാഞ്ചി ലേക്കിലായിരുന്നു. 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡനും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പല നിറത്തിലുള്ള ഒരുപാട് ബേർഡ്സും അതുപോലെ വെള്ളയും നീലയും കളറിലുള്ള ഒരുപാട് മയിലുകളെയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 90 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന കറാഞ്ചി ലേക്കിന്റെ 55 ഏക്കറും വരുന്നത് വാട്ടർ സ്പ്രെഡ് ഏരിയ ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാല് ലേക്കിലൂടെ വെറും 50 രൂപക്ക് നമുക്ക് പെഡൽ ബോട്ടിംഗ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അവിടെ നിന്നും ഇറങ്ങി 9 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ നേരെ എത്തിയത് ചാമുണ്ഡി ഹിൽസിന്റെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാല് മൈസൂർ പാലസിന്റെയും മൈസൂർ ടൗണിന്റെയും ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്നും മലയിറങ്ങി 34 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ നേരെ എത്തിയത് ഞങ്ങളുടെ അടുത്ത സ്പോട്ടായിട്ടുള്ള വൃന്ദാവൻ ഗാർഡനിലാണ്. ഒരു വർഷത്തില് 2 മില്യൺ ആളുകൾ വരെ സന്ദർശിക്കുന്ന ഇവിടത്തെ മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഷോ ഞാൻ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. ഗാർഡന്റെയും KRS ഡാമിന്റെയും ഒക്കെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ റൂം എടുത്തത് മൈസൂർ പാലസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ആ സമയത്താണ് മൈസൂർ പാലസിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു അത്. ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് കപ്പിൾസും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലസിൽ എത്തിയിട്ടുണ്ട്. മൈസൂർ പാലസിന്റെ രാത്രിയിലെ അതിമനോഹരമായിട്ടുള്ള ലൈറ്റ്സിന്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഒരു 12 മണി ആവാനുള്ള വെയിറ്റിംഗിലായിരുന്നു. മൈസൂർ പാലസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഹാപ്പി ആയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് നല്ല കിടിലൻ ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മൈസൂരിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസം വേറൊരു റീലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് പേജ് ഫോളോ ചെയ്യുക.